വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും കോൺഗ്രസിന് അധികാരം തിരിച്ചുപിടിക്കാൻ കഴിയുന്ന 2 സംസ്ഥാനങ്ങൾ പഞ്ചാബും ഉത്തരാഖണ്ഡും തന്നെയാണ്. ഈ രണ്ടിടത്തും ശക്തമായ വേരോട്ടം കോൺഗ്രസിനുണ്ട്. പഞ്ചാബിൽ ആം ആദ്മിയാണ് പോരാട്ടമെന്ന് പറയുമ്പോഴും ഏകദേശം 40% മണ്ഡലങ്ങളിൽ അതിശക്തമാണ്. അവിടെ വോട്ട് വിഹിതം കുറഞ്ഞാലും ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ നേടിയെടുക്കുന്ന പാർട്ടിയാണ് വിജയിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച മണ്ഡലങ്ങൾ 25 മുതൽ 30% വരെ വോട്ട് ലഭിച്ച പല മണ്ഡലങ്ങളും കോൺഗ്രസ് അനായാസം ജയിച്ചു കയറുന്നുണ്ട്. ഇനി പറഞ്ഞു വരുന്നത് ഉത്തരാഖണ്ഡാണ്. BJPയുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളാണ് അവിടെയുള്ളത്. 70ഓളം മണ്ഡലങ്ങൾ. ഇന്ത്യയുടെ ദേവസ്ഥാനം ഉത്തരാഖണ്ഡിലാണ്. അത് ആർക്കും വിട്ടുകൊടുത്തുകൂടാ എന്ന് പറഞ്ഞ് വർഗീയതയുടെ കൊടുമുടികൾ താണ്ടിയാണ് BJP പ്രചരണം അഴിച്ചുവിടുന്നത്. കേദാർനാഥും ഋഷികേശുമൊക്കെ അടങ്ങുന്ന ഈ കൊച്ചു സംസ്ഥാനത്തെ എങ്ങനെയും ജാതീയമായി ജനങ്ങളെ ചിന്തിപ്പിക്കാനും വർഗീയ ചേരിതിരിവുണ്ടാക്കാനും വേണ്ടി മാത്രം കോൺഗ്രസിനെ തളയ്ക്കാൻ BJP ബോധപൂർവം ശ്രമിക്കുന്നു. ഒരു കാലത്ത് ഉത്തർപ്രദേശിന്റെ ഭാഗമായിരുന്ന ഉത്തരാഖണ്ഡ്, വിജയ് ബഹുഗുണ അടക്കമുള്ളവർ കോൺഗ്രസിന് വേണ്ടി പോരാടിയ ഉത്തരാഖണ്ഡ്, കഴിഞ്ഞ തവണ ഹരീഷ് റാവത്ത് നേതൃത്വം നൽകിയ കോൺഗ്രസ് പരാജയപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ജനവിധിയെ മറികടന്നുകൊണ്ടാണ് BJP വെല്ലുവിളി നടത്തി അവിടെ പുഷ്കർ സിംഗ് ധാമിയെ മുഖ്യമന്ത്രിയാക്കിയത്. പിന്നീട് നടന്നത് ഇലക്ഷൻ അട്ടിമറിയാണ് എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകും. പോൾ ചെയ്ത മണ്ഡലത്തിലെ 90%-ലധികം വോട്ടുകൾ പുഷ്കർ സിംഗ് ധാമിക്ക് ഉപതെരഞ്ഞെടുപ്പിലൂടെ ലഭിക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ കളികളും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴിയൊരുക്കി കൊടുക്കുന്നു. ഈ 2 സംസ്ഥാനങ്ങളിലും നിരീക്ഷകരെ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു മോണിറ്ററിംഗ് സംവിധാനം കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ തെരഞ്ഞെടുപ്പുകളെ നേരിട്ട രീതിയായിരിക്കരുത് ഇനി എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ്. 4 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ കോൺഗ്രസിന് അധികാരമുള്ളത്. കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് അധികാരം വ്യാപിപ്പിക്കണമെങ്കിൽ നേരായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ BJP നടത്തുന്നുവെന്ന് കരുതിക്കൊണ്ട് മിണ്ടാതെ ശക്തമായ അടിത്തറ ഒരുക്കി മാത്രം കോൺഗ്രസിന് മുന്നേറാൻ കഴിയില്ല. അതിന് BJPയുടെ നീക്കങ്ങളെ തകർക്കേണ്ടതായിട്ടുണ്ട്. BJP നടത്തുന്ന സൈബർ അറ്റാക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കണം, അതുൾപ്പെടെ തീരുമാനിച്ചുകൊണ്ടായിരിക്കണം കോൺഗ്രസ് കളത്തിൽ ഇറങ്ങേണ്ടത്. സാധാരണയായി ഈ 5 സംസ്ഥാനങ്ങളിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടക്കുമ്പോൾ പഞ്ചഗുസ്തി എന്നൊക്കെയാണ് ചാനലുകൾ വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷേ ഇവിടെ യഥാർത്ഥ പോരാട്ടം കോൺഗ്രസും മറ്റു പാർട്ടികളും തമ്മിൽ നടക്കുന്ന സംസ്ഥാനങ്ങൾ 4 മണിപ്പൂർ, ഗോവ, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ്, പഞ്ചാബ്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി വേഴ്സസ് BJP ആണ്. എന്നാൽ പോലും കാര്യമായ പങ്ക് കോൺഗ്രസിന് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്.